എല്ലാവർക്കുമുണ്ട് ചെറിയൊരു ശതമാനമെങ്കിലും മാനസികമായ പ്രശ്നങ്ങളും പ്രതിസന്ധികളും. നമ്മൾ അതിനെക്കുറിച്ചാണ് ആളുകൾ മിക്കവാറും ഇപ്പോൾ ഏതെങ്കിലുമൊക്കെ പ്രയാസങ്ങൾ ഉണ്ടായി ഫോൺ ചെയ്യുന്ന ആളുകളൊക്കെ മിക്കവാറും ഒരു 90% ആളുകളും മാനസിക പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. സുഹൃത്തുക്കളെ, ഈ മാനസിക പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ നമുക്ക് വരാതിരിക്കാൻ നമ്മുടെ മനസ്സിനെ ബലത്തോടുകൂടെ നിർത്താനുള്ള മാർഗനിർദ്ദേശം വിശുദ്ധ ഖുർആനിലുണ്ട്. സമയമില്ലാത്തത് കൊണ്ടാണ് കുറച്ച് ആയത്തുകൾ വിശുദ്ധ ഖുർആൻ എന്താണ് ഈ വിഷയത്തിൽ ഓതുമ്പോൾ ഇത്രയധികം ആയത്തുകൾ മനുഷ്യൻ്റെ മാനസിക നിലയെ നിലനിർത്താൻ അള്ളാഹു ഖുർആൻ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കണം. ഇപ്പോൾ ഈ ഖുർആൻ പ്രഭാഷണം പോലെ തന്നെ ജുമാ ഖുത്ബകളാണെങ്കിലും ഖുർആൻ്റെ പരിഭാഷകളാണെങ്കിലും നമ്മൾ വായിച്ചുകൊണ്ടിരിക്കണം. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറ വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാ. ശമനമുള്ള വചനങ്ങളെ നാം ഖുർആനിൽ ഇറക്കിയിട്ട് ശമനം കിട്ടുന്നതാണ്. മനസ്സ് അസ്വസ്ഥമാകുമ്പോൾ ആ തീ കെടുത്താൻ പറ്റുന്ന വചനങ്ങൾ എന്ത് ചെയ്യും? വിശുദ്ധ ഖുർആനിലുണ്ട് എന്നാണ് അള്ളാഹു പറയുന്നത്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. ഒരു മുസീബത്ത് വന്ന ഒരാൾ പറയുന്ന വചനാണ്. പക്ഷെ അദ്ദേഹം പറയുന്നത് എന്ന് പറയുമ്പോൾ അയാൾ മനസ്സിൽ ചിന്തിക്കേണ്ട വചനാണിത്. കുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ. അല്ലാഹു നിശ്ചയിക്കാത്തതൊന്നും ഞങ്ങൾക്ക് വരൂല. എങ്ങനെ വന്നാലും അത് അള്ളാഹു നിശ്ചയിച്ചതേ വരുള്ളൂ. ഹുവ മൗലാനാ. അള്ളാഹു നമുക്ക് എന്ത് വരുത്തിയാലും നമ്മൾ പറയുന്നത് എന്താണ്? അള്ളാഹുവാണ് എൻ്റെ രക്ഷകൻ എന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. വഅലല്ലാഹി ഫൽയതവക്കലിൽ മുഅ്മിനൂൻ. അതുകൊണ്ട് സത്യവിശ്വാസിൽ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കട്ടെ. അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ ഫഹുവ ഹസ്ബു, അല്ലാഹ് മതി. ഇത് ഖുർആൻ എന്തിനാ പറഞ്ഞത്? മുസീബത്ത് വരുന്ന ആളുകൾക്ക് മനസ്സമാധാനവും മനസ്സന്തോഷവും കിട്ടാൻ വേണ്ടി പറഞ്ഞു തന്നെയല്ലേ. നോക്കൂ നിങ്ങൾ, വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യംസസ്ക ബിഖൈരിൻ ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു. നിനക്കൊരു ബുദ്ധിമുട്ട് അല്ലാഹ് തന്നാൽ അള്ളാഹ്ക്ക് മാത്രമേ അത് നീക്കാൻ പറ്റുള്ളൂ. ഇനി നിനക്കൊരു നന്മ തരികയാണെങ്കിലോ അള്ളാഹു എല്ലാറ്റിനും കഴിവുണ്ട്. അള്ളാഹ് എല്ലാറ്റിനും കഴിയുന്നവനാണ് പറഞ്ഞാൽ എന്ത് ബുദ്ധിമുട്ട് വന്നാലും അത് മാറ്റാൻ അള്ളാഹുവിനെ കൊണ്ട് കഴിയും. എന്ത് ബുദ്ധിമുട്ടും ഫഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതിനേക്കാളും വലിയൊരു വചനം ഏതാ വേണ്ടത്? നമുക്ക് വന്ന പ്രതിസന്ധി എന്താവട്ടെ, അത് എന്തായിരുന്നാലും അത് പരിഹരിക്കാൻ അള്ളാഹുവിന് കഴിയുന്നതാണ്. ഹൈറ് തരാൻ കഴിയുന്നവന് ഷെറ് തരാൻ കഴിയും, ഷെറ് തരാൻ കഴിയുന്നവന് ഹൈറും തരാൻ കഴിയുമെന്നാണ് വീണ്ടും അള്ളാഹു പറയുന്നു. വഇൻ യംസസ്കല്ലാഹു ബിദുർരിൻ ഫലാ കാശിഫ ലഹു ഇല്ലാഹു വഇൻ യുരിദ്ക ബിഖൈരിൻ ഫലാ റാദ്ദ ലിഫളി യുസീബു ബിഹി മൻ യശാഉ മിൻ ഇബാദി വഹുവൽ ഗഫൂറുർ റഹീം. അതേ ആശയമുള്ളത്. പക്ഷേ എൻ്റെ അവസാനം പറഞ്ഞ് അള്ളാഹ് എല്ലാം പൊറുക്കുന്നതാണ്. മനുഷ്യന് പൊതുവെ മുസീബത്തുകൾ വരുമ്പോൾ ഞാൻ ആ തെറ്റ് ചെയ്തിട്ടാണോ ഈ തെറ്റ് ചെയ്തിട്ടാണോ എന്നൊക്കെ ആലോചിച്ച് വല്ലാതെ അസ്വസ്ഥപ്പെടും. അള്ളാഹ് ഇവിടെ പറഞ്ഞത് എല്ലാം പൊറുക്കുന്നവനും അള്ളാഹുവിന് വഴിപ്പെട്ട് ജീവിക്കുന്നവർക്ക് പ്രത്യേക കരുണ, റഹീം. അള്ളാഹു റഹീമുമാണ് എന്നാണ് ബുദ്ധിമുട്ടും വിഷമവും തന്ന ആളുകളെ അള്ളാഹു അറിയിക്കുന്നത്. മാ അസ്വാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹ ഇന്ന ദാലിക അലല്ലാഹി യസീർ. നിങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും എന്ത് മുസീബത്ത് വന്നാലും അതൊക്കെ മുമ്പ് രേഖപ്പെടുത്തി വെക്കപ്പെട്ട കാര്യങ്ങളാകുന്നു.